ഇന്നെന്നാ ഒന്ന് അമ്പലത്തിൽ പോയാലോ? അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ കുളിച്ചൊരുങ്ങി. ഇവിടെ അടുത്ത് ഞങ്ങളെ കുടുംബാമ്പലമുണ്ടേ, അവിടെ പോകാമെന്ന്. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ്. ഞാൻ എൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ സമയത്ത് എൻ്റെ പേന പൂജിക്കാനായിട്ട് ഞാൻ ഇവിടെ വരാറുണ്ട്, നടക്കാറുണ്ടേ. അതുകൊണ്ടാണ് വരുന്നത്. ഇന്നും അതിന് തന്നെയാണ് വന്നത്. എക്സാം ടൈം ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്. എന്തെന്നറിയത്തില്ല, പക്ഷേ ഈ അമ്പലത്തിലോട്ടുള്ള വഴികൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. രാവിലെയൊക്കെ പോകാൻ നല്ല വൈബാണ്. അവിടുന്ന് കണ്ട പൂവെല്ലാം കൂടെ പറിച്ച് അമ്പലത്തിൽ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നേരെ അമ്പലത്തിൽ കയറി. ഇവിടുത്തെ ഈ അമ്പലത്തിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര പീസാണ്. ബ്യൂട്ടിഫുളിനെ കാട്ടി അങ്ങനെ പരാതിയും പരിഭവോ എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും പേനയൊക്കെ പൂജിച്ച് കിട്ടി. തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് അമ്മയ്ക്ക് പരിചയമുള്ളൊരു മുത്തശ്ശിനെ കുറച്ച് നേരം ആളോട് ഇന്നൊരു കുശലമൊക്കെ പറഞ്ഞ് നേരെ ഒരു ബസ് കയറി. രാവിലെ ഒന്നും കഴിച്ചില്ലേ, അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. ഞാനും അമ്മ വിചാരിച്ച് ദോശ കഴിക്കാൻ. അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ദോശ തിന്ന ഒരു ചടങ്ങാണല്ലോ. ഞാൻ ഒരു നെയ് റോസ്റ്റും അമ്മ വടയും പറഞ്ഞു. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മ കഴിച്ചുകൊണ്ട് ഇന്നപ്പോൾ വടയിൽ നിന്നൊരു മുടി കിട്ടി. അത് കംപ്ലൈൻറ്റ് കൊടുത്തില്ല, വേറെ ആളുടെ ജോലി പോകുന്നതല്ലേ, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഷുവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.